പാലക്കാട് കല്ലടിക്കോട് 2 യുവാക്കളെ വെടിയേറ്റു മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ നിർണായക വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. കല്ലടിക്കോട് 3 ഏക്കർ മരുതുംകാട് സ്വദേശികളായ ബിനുവിനെയും നിതിനെയും കഴിഞ്ഞ ദിവസമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നിതിനെ വെടിവെച്ചതിനു ശേഷം ബിനു സ്വയം വെടിയുതിർത്തതാകാമെന്നാണ് ഇന്നലെ തന്നെ പോലീസ് സംശയം പ്രകടിപ്പിച്ചത്. ബിനു ഉപയോഗിച്ചത് ലൈസൻസ് ഇല്ലാത്ത തോക്കാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇയാൾ വേട്ടയ്ക്കായി ഇത് ഉപയോഗിച്ചിരുന്നതായും സംശയമുണ്ട്. ബിനുവിന്റെ പക്കൽ നിന്ന് 15 വെടിയുണ്ടകളാണ് കണ്ടെടുത്തത്. നിതിന്റെ കുടുംബത്തെക്കുറിച്ച് ബിനു മോശമായി സംസാരിച്ചതാണ് പ്രകോപനമായതെന്നാണ് വിവരം. കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ ബിനു തോക്കുമായി നിതിന്റെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ വെച്ച് ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയും ചെയ്തു. നിതിൻ കത്തിയെടുത്ത് കുത്താൻ വന്നതോടെ ബിനു വെടിവെക്കുകയായിരുന്നുവെന്നാണ് സൂചന. യുവാക്കളുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടം നടക്കുക. കല്ലടിക്കോട് 3 ഏക്കർ മരുതുംകാട് സ്വദേശികളായ ബിനുവിനെയും നിതിനെയും കഴിഞ്ഞ ദിവസമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇരുവരുടെയും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും മൊഴി പോലീസ് ഇന്ന് തന്നെ രേഖപ്പെടുത്തും. ബിനു കഴിഞ്ഞ ദിവസം മോശമായി സംസാരിച്ചെന്ന് മകൻ പറഞ്ഞതായി നിതിന്റെ അമ്മ ശൈല പറഞ്ഞിരുന്നു. പക്ഷേ മോശമായി എന്താണ് പറഞ്ഞതെന്ന് മാത്രം നിതിൻ തന്നോട് പറഞ്ഞില്ല. നിതിൻ ഒരു അഭിമുഖത്തിന് പോകാനിരിക്കുകയായിരുന്നു. എന്നാൽ വൈകിട്ട് മകൻ കൊല്ലപ്പെട്ടു എന്നാണ് അറിയുന്നതെന്നും ശൈല പോലീസിനോട് വ്യക്തമാക്കി. പ്രദേശവാസികളാണ് ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. നിതിനെ വീടിനുള്ളിലും ബിനുവിനെ വീടിന് സമീപത്തെ റോഡിലുമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബിനുവിന്റെ മൃതദേഹത്തിനരികിൽ നാടൻ തോക്കും പോലീസ് കണ്ടെത്തിയിരുന്നു. ഇരുവരും കൂലിപ്പണിക്കാരാണെന്നും യുവാക്കൾ തമ്മിൽ തർക്കമുള്ളതായി അറിയില്ലെന്നും സമീപവാസികൾ പറയുന്നുണ്ട്.